നിരയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു കുളിർചന്ദ്രികയും താരാപഥവും കുളിർചന്ദ്രികയും താരാപഥവും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. ആനന്ദമീലാകാശവിധാനം കന്യാതനയാകും കരവിരുതല്ലേ ആനന്ദമീലാകാശവിധാനം കന്യാതനയാകും കരവിരുതല്ലേ അനന്തസുന്ദരമീ മഹീതലം അത്യുന്നതാനിൻ വരദാനമല്ലേ അല്ലേ അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. ഈ ലോകമോഹത്തിൻ മായാവലയം അക്ഷരമാം മരീചികയല്ലേ ഈ ലോകമോഹത്തിൻ മായാവലയം നശ്വരമാം മരീചികയല്ലേ മൃതമാമിന്നാത്മാവിന്നുയിരേകും ആ മോക്ഷഭാഗ്യം അനശ്വരമല്ലേ അല്ലേ അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു കുളിർചന്ദ്രികയും താരാപഥവും കുളിർചന്ദ്രികയും താരാപഥവും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പുകാട്ടുപടി എന്ന ഈ ദേശത്ത് ദൈവത്തിന്റെ സദ്വാർത്തയുടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ
സ്വർഗത്തിലെ ദൈവം എന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീം ഈ ദേശത്തിലൂടെ കടന്നു പോകുന്നത്. ആ അനൗൺസ്മെന്റ് സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള ഒരു അനൗൺസ്മെന്റാണ്. ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവം തന്ന നന്മയ്ക്കായി, ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെ പുസ്തകമല്ല, സർവ്വജാതികൾക്കുമുള്ള, സർവ്വ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. അതിൽ പുതിയ ഉടമ്പടിയിൽ മത്തായിയുടെ സുവിശേഷം 24:14 ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വ മനുഷ്യർക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും, അതോടെ അവസാനം. ഇത് സാക്ഷ്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് ഈ പുക്കാട്ടുപടിയിലെ ജനങ്ങൾ പറയുവാനിടയാകരുത്. ഈ പുക്കാട്ടുപടിയിലെ മാത്രമല്ല, ഇപ്പൊ ഓൺലൈനിലൂടെ ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏവരോടും ഈ സദ്വർത്തമാനം അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം? നിങ്ങൾക്കറിയാലോ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത എന്നാണ്, നല്ല വിശേഷം എന്നാണ്. ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടാവിന്റെ പദ്ധതിയാണത്. രാജ്യത്തിന്റെ സുവിശേഷം നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടാവിന്റെ ആലോചനയാണ് രാജ്യത്തിന്റെ സുവിശേഷം. മതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആലോചനയാണ് മതങ്ങൾ. എന്നാൽ രാജ്യത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ആലോചനയാണ് രാജ്യത്തെ സുവിശേഷം. ആ രാജ്യത്തെ സുവിശേഷത്തിലാണ് ദൈവം മനുഷ്യന്റെ ഭാവിയെ നിശ്ചയിച്ചാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യർ തങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തെ അന്വേഷിക്കുന്ന യാത്രയിലാണ് മതങ്ങളുടെ ആവിഷ്കരണം, ഉത്ഭവങ്ങൾ. എന്നാൽ ദൈവം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ മനുഷ്യന്റെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയാണ് രാജ്യത്തെ സുവിശേഷം. ആ സുവിശേഷമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ആ രാജ്യത്തെ സുവിശേഷം സംഭവിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, രാജ്യത്തെ സുവിശേഷത്തിൽ ദൈവവും മനുഷ്യരും കൂടെ ഒരു ഉടമ്പടി ചെയ്ത് അവർ ഒരു കുടുംബമായി താമസിക്കുന്നതാണ് രാജ്യത്തെ സുവിശേഷം. ഇതാണ് വിശുദ്ധ ബൈബിളിലെ പുതിയ ഉടമ്പടി. ദൈവവും മരണമില്ലാത്ത ദൈവവും മരണമുള്ള മനുഷ്യനും കൂടെ ഒന്നായി ഒരുമിച്ച് താമസിക്കുന്നു. മറ്റൊരു പറഞ്ഞാൽ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, ഒന്നുകൂടി പറഞ്ഞാൽ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ മനുഷ്യരുമായി ഒരുമിച്ച് താമസിക്കുവാൻ, ഒരുമിച്ചായിരിക്കുവാൻ എടുക്കുന്ന ഉടമ്പടിയുടെ പേരാണ് പുതിയ ഉടമ്പടി. നമുക്കറിയാം, നമ്മൾ വാടക ഉടമ്പടി ചെയ്യുന്നവരാണ്. ഈ പുക്കാട്ടുപടിയിലെ കടകളിൽ വ്യാപാരം ചെയ്യുന്ന നല്ലൊരു പങ്കും വാടക ഉടമ്പടി ചെയ്തവരാണ്. 11 മാസത്തെ വാടക ഉടമ്പടി. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു ഉടമ്പടി ഭൂമിയിലുണ്ട്. കുടുംബസ്ഥരായവർക്കറിയാം, അതാണ് വിവാഹ ഉടമ്പടി. വാടക ഉടമ്പടി 11 മാസത്തേക്കാണ് എങ്കിൽ വിവാഹ ഉടമ്പടി ഒരു പുരുഷനും ഭാര്യയും അവർ വേർപെടുന്നത് വരെയാണ്, മരണത്തിലൂടെ വേർപെടുന്നത് വരെ. എന്നാൽ ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് അത് ഒരിക്കലും അവസാനമില്ലാത്ത, ഒരിക്കലും വേർപെടാത്ത ദൈവവും മനുഷ്യനും കൂടെയുള്ള ഒരു ഉടമ്പടിയാണ്. ഈ പുതിയ ഉടമ്പടിയിലേക്ക് പ്രിയങ്ങളെ, ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നിങ്ങളെ ഏവരെയും ഉടമ്പടി ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ആ ഉടമ്പടി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? പ്രിയ സഹോദരങ്ങളെ, അതിന് ഗുണങ്ങളേ ഉള്ളൂ. അതിലെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മരണമാണ്.
നമ്മുടെ അയൽവക്കത്തുകാരല്ല, വീട്ടിലുള്ളവരല്ല, ബിസിനസ് പാർട്ട്ണറല്ല, ജീവിത പങ്കാളിയല്ല, മരണമാണ് ഏറ്റവും വലിയ ശത്രു. ഇതാ ഞാനിവിടെ നോക്കുമ്പോൾ തിരക്ക് പിടിച്ച മനുഷ്യർ ബിസിനസ് ചെയ്യുകയാണ്. തിരക്ക് പിടിച്ചവർ ബിസിനസ് ചെയ്യുന്നു, അവരതിലൂടെ പണം സമ്പാദിക്കുന്നു, മറ്റു പലതും പലതും പലതും. എന്നാൽ ഈ സമ്പാദിച്ചതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊള്ളക്കാരനാണ് മരണം. ഒരു പോലീസിനും പിടികൊടുക്കാത്ത, ഒരു പട്ടാളത്തിനും കീഴടങ്ങാത്ത, ഒരു ബോംബിനും തകർക്കാൻ കഴിയാത്ത ഒരു കൊള്ളക്കാരനാണ് മരണം. ഇതുവരെയും മരണത്തെ പിടിച്ചു കെട്ടുവാൻ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കോ ഗാന്ധി യൂണിവേഴ്സിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മതത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ മരണത്തെ കീഴടക്കുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, പ്രിയമകനെ പ്രിയമകളെ, നീ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം, അതായത് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മരണമുള്ള നീ ഒരുമിച്ച് താമസിക്കുവാൻ ഒരു തീരുമാനമെടുത്ത് പ്രവേശിക്കുന്ന നിമിഷം, നിന്റെ മരണമില്ലാത്ത ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റുവാൻ തക്കവണ്ണം എല്ലാ പദ്ധതികളും ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന ആദ്യത്തെ ഗുണം നിന്റെ മരണത്തെ മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഈ മനുഷ്യന്റെ മകനായി മകളായി ഭൂമിയിലേക്ക് ജനിച്ച കുഞ്ഞെ നീയെ ഒരു ജന്മദിന വാതിലിലൂടെ, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഇവിടെ ഇറങ്ങി, അധിക താമസിയാതെ മരണത്തിലൂടെ ഇവിടുന്ന് മാറ്റപ്പെടും. അധിക താമസിയാതെ അധികം ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അധികം താമസിയാതെ ഇവിടുന്ന് മാറ്റപ്പെടും. എന്നാൽ മനുഷ്യന്റെ മക്കളായി ഭൂമിയിൽ മരണമുള്ളവരായി മാറ്റപ്പെടും നമുക്ക് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായി ലഭിക്കുന്ന ഇൻവിറ്റേഷനാണ് ഈ രാജ്യത്തെ സുവിശേഷം. മനുഷ്യ മക്കളായി ഭൂമിയിലേക്ക് ജനിച്ചുവെങ്കിൽ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവമക്കളായി കടന്നു പോകുവാനുള്ള ദൈവത്തിന്റെ കുടുംബത്തിലെ പെർമനന്റ് റെസിഡൻസ് ലഭിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകാം. നമ്മളിവിടെ യൂറോപ്പിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലെയും PR-ഉം ഗ്രീൻ കാർഡും തേടി നടക്കുന്ന നമുക്ക് അത് കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ മരണമുള്ളതാണ് അത് മുഴുവൻ, മരണത്തിന്റെ കീഴിലാണ്. എന്നാൽ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നിങ്ങൾക്ക് ഈ ഉടമ്പടിയിലൂടെ, പുതിയ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മരണത്തിനപ്പുറമാണ്, നിത്യമായി നിലനിൽക്കുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഗുണം. ഒരു HPR സ്വർഗീയ ഭവനത്തിൽ ദൈവത്തിന്റെ മകനായി, ആ ഭവനത്തിലെ പെർമനന്റ് റെസിഡന്റായി, ഹെവൻലി പൗരത്വമുള്ളവനായി നിങ്ങൾ മാറുകയാണ്. മൂന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയുടെ നിത്യരാജാവായി യേശു ക്രിസ്തുവോടൊപ്പം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോടൊപ്പം നിത്യരാജാവായി ജീവിക്കുവാനുള്ള, നിത്യരാജാവായി ഭൂമിയെ വാഴുവാനുള്ള ഒരവസരമാണ് ഇതിലൂടെ പ്രിയമകനെ നിനക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ബാബിലോൺ രാജ്യത്തിന്റെ രാജാവായ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു കിങ്ഡം, ഒരു ഗവൺമെന്റ്, ഒരു രാജ്യത്വം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അത് മറ്റൊരു ജാതിക്ക് കീഴടങ്ങുകയില്ല, കീഴ്പ്പെടുകയുമില്ല. അതിന് 7-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ രാജത്വം ഏറ്റ് സദാകാലവും ഭൂമിയെ വാഴും. പ്രിയമകളെ, ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഭൂമിയെ വാഴുന്ന ഒരു രാജാവായി മാറുവാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഈ സദ്വാർത്തയിലൂടെ, ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് ഒരു കാര്യം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു, അത് മറ്റൊന്നുമല്ല, രാജത്വമാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, രാജത്വം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത ഒരു പിതാവിനെ കുറിച്ച് ക്രിസ്തു മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമിയിൽ ഒരു രാഘവനോ, ഒരു മൊയ്തീനോ, ഒരു ജോസഫോ നമ്മുടെ പിതാവായിരിക്കാം, പക്ഷെ അവർ മരണമുള്ളവരാണ്. അവർക്ക് വേണ്ട എല്ലാ ബഹുമാനവും കൊടുത്ത്
അവരെ ഏത് രീതിയിൽ പരിപാലിക്കുവാൻ പരിരക്ഷിക്കുവാൻ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നതെല്ലാം ചെയ്താൽ പോലും അവർ മരിച്ചു മാറ്റപ്പെടും. എന്നാൽ നമുക്ക് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം ഉണ്ട് എന്ന്, നമുക്ക് വേണ്ടി പല സമ്മാനങ്ങളും തരുവാൻ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് യേശു ക്രിസ്തു ഇവിടെ നമ്മളോട് അറിയിക്കുകയാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ലൂക്കോസ് സുവിശേഷം 12:32 ഇങ്ങനെ പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ്, നിങ്ങൾക്കൊരു പിതാവുണ്ടെന്ന്. ആ പിതാവ് രാജത്വം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, മഹാപ്രതിഫലമുള്ള ഈ സുവിശേഷം ഇത് ഈ പുക്കാട്ടുപടിയിലെ നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ സ്വർഗത്രയെ സഹായിച്ചു. ഇത് തള്ളിക്കളയരുതേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ചേർത്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകും. അതെ, എനിക്ക് ഈ മഹാസൗഭാഗ്യം വേണം, എനിക്ക് ഈ മഹാസന്തോഷം വേണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമക്കളെ, ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശു ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് പറഞ്ഞതാണ്. എന്നാൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരമായി ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യേശു ക്രിസ്തു പറഞ്ഞതല്ല, യേശു ക്രിസ്തു ചെയ്തതാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് 3 വർഷം പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി യേശു ക്രിസ്തു ഗാഗുൽത്തായിൽ ഇതാ ഒരു ദിവസം ചെയ്ത കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നു. ആ ചെയ്ത കാര്യം എന്തെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് നമ്മൾ ആ ക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ അവസരമുണ്ട്. എന്താണത്? നാം മനുഷ്യരായ നമ്മൾ മരണത്തിന്റെ കീഴിലാണ്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ ദൈവത്തിനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ചെയ്യുവാൻ പിതാവ് കൊടുത്ത മറ്റൊരു പ്രധാന കാര്യം, ഈ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ മനുഷ്യർ മരിക്കുന്നതിന് പകരം പുത്രനായ നീ മരിക്കണം. യേശു ക്രിസ്തു അത് വിശ്വസ്തയോടെ ഏറ്റെടുത്തു. കാൽവരി ക്രൂശിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ മരണം യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, ഈ സത്വാർത്ത നീ വിശ്വസിച്ച്, യേശു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ യേശുവിനോട് നമ്മുടെ പാപങ്ങളെ കൺഫസ് ചെയ്യുന്നുവെങ്കിൽ, ഏറ്റുപറയുന്നുവെങ്കിൽ, ആ യേശുവിനെ നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള ജീവിതത്തിൽ ആ യേശുവിനെ അനുസരിപ്പാനും ആ യേശുവിനെ അനുകരിപ്പാനും ആ യേശുവിനെ അനുഗമിപ്പാനും നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ സദ്വർത്തമാനത്തിലേക്ക് പ്രിയമകനെ, പ്രിയമകളെ, നിനക്ക് കടന്നു വരാം. ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട, ഒരു ദേവാലയത്തിന് എണ്ണ കൊടുക്കേണ്ട, എങ്ങും നേർച്ചയിടേണ്ട, എങ്ങും കിടന്ന് ഉരുളേണ്ട. ഇതാ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ സൃഷ്ടിതാവായ ദൈവം തന്റെ ഒരേ ഒരു മകനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് എന്റെ പാപത്തിനു വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിനെ നിന്റെ ജീവിതത്തിലെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള ജീവിതം യേശുവിനെ അനുഗമിച്ച് ഒരു ദൈവപുത്രനായി ജീവിക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ രക്ഷയിലേക്ക്, ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിലേക്ക്, ആ ഹെവൻലി പൗരത്വത്തിലേക്ക് നിനക്ക് കടന്നു വരാം. ദൈവത്തോടുകൂടെ ദൈവപുത്രനായ ക്രിസ്തു നിത്യ സ്വർഗീയ ഭവനത്തിൽ ജീവിക്കാം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പുക്കാട്ടുപടിയിലെ ജനമേ, ഇത് നിങ്ങൾക്കുള്ള നല്ല ദിവസമാണ്. ഇതാണ് നിങ്ങൾക്കുള്ള സുപ്രധാന ദിവസം. ഇത് കേട്ട് തള്ളിക്കളയാതെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഏവരെയും അതിനായി ദൈവം സഹായിക്കട്ടെ. ഇതാ ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാര് നിങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ നോട്ടീസ്, അതിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. ഇതിൽ കൂടുതലായി നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നമ്പറിൽ വിളിക്കുകയോ, ഇവിടെ തൊട്ടടുത്ത് പഞ്ചായത്ത് റോഡിൽ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു ദൈവവചന ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ ദൈവത്തിന്റെ രാജ്യത്തെ സുവിശേഷം
സുവിശേഷത്തിന്റെ സന്ദേശം വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളത് ആ നോട്ടീസിൽ കാണുന്ന നമ്പറെ വിളിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതാ ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ബിസിനസ്സുകളെ, നിങ്ങളുടെ വ്യാപാരശാലകളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പുക്കാട്ട് പ്രദേശത്തെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച പറഞ്ഞ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ജനത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുടെ കുഞ്ഞുകുട്ടികളെ, ഇവരുടേതായ ബിസിനസിനെ, ഇവരുടേതായ ഓഫീസിനെ, ഇവരുടെ സ്ഥാപനങ്ങളെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം ഇവരെ ഭൗതികമായി മാത്രമല്ല നിത്യമായി അങ്ങയോടുകൂടെ ജീവിപ്പാൻ ക്രിസ്തുവിൽ ഇവരെ റെഡിയാക്കി, ഇവരെ ഒരുക്കി ആ മണ്ഡലത്തിലെത്തിപ്പാൻ തക്കവണ്ണം ഇവർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇവരെ അനുഗ്രഹിക്കുന്നു. സർവകൃപാലുവായ ദൈവം എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കുന്നു. നന്ദിയായി തീരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.